നമ്മൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പ്രദേശം പൈൻ ഫോറസ്റ്റാണ്. വാഗമണിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട അതിമനോഹരമായൊരു സ്പോട്ടാണ് കേട്ടോ. മൽപ്പാറ വരാട്ടുമേടിലേക്ക് വരുന്നവരൊക്കെ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത്. അതിമനോഹരമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടുത്തെ ഒരു സൈലൻറ്റ്, നമ്മുടെ വേറൊരു ലോകത്തേക്ക് നമ്മളിതിനെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് കയറുന്ന വഴിയിൽ ഇതുപോലെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് നിരക്കുണ്ട്, വളരെ തുച്ഛമായ നിരക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗോപ്രോ പോലുള്ള ക്യാമറയൊക്കെ കൊണ്ടുപോകുന്നതിന് നമുക്ക് ഫീസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇത് കണ്ടോ, നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ കാണുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയാണ്. നമുക്കത് കയറി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സൈലൻ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പാലൊഴുകം പാറയുടെ അവിടെ നിന്നും ഉത്ഭവിച്ച് വരുന്ന പുഴയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ പുഴയിലൂടെ ഭയങ്കര തണുപ്പാണ്. ഈ വെള്ളത്തിലോട്ട് നമുക്ക് തൊടാൻ പോലും പറ്റില്ല. അമ്മാതിരി ഐസ് പോലത്തെ വെള്ളമാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഈ പൈൻ ഫോറസ്റ്റും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന പുഴകളും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ ഈ പൈൻ ഫോറസ്റ്റ് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വാഗമണിലൊക്കെ സ്ഥിരമായി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. എൻ്റെ കൂടെ വന്നൊരു പൈൻ ഫോറസ്റ്റിനകത്തെ ആ ചീവികളുടെ ശബ്ദമാണ് കേട്ടോ, ഒന്ന് കേട്ട് നോക്കിക്കേ. നമ്മളിതിന് മുകളിലോട്ട് കയറി പോകുന്തോറും കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ചില അതിമനോഹരമായ ചില ഫ്രെയിംസുകളുണ്ട്. കാരണം നമുക്ക് ഒരുപാട് സിനിമ ഷൂട്ടിങ്സുകൾ, ഒരുപാട് എന്താ പറയുക, നമ്മുടെ കല്യാണ ലൊക്കേഷനുകളൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു പൈൻ ഫോറസ്റ്റ് കേട്ടോ. മൂന്നാറിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമുക്കിവിടെ വന്ന് വിശ്രമിക്കാനും കുറച്ച് നേരമൊക്കെ നമുക്കിവിടെ എന്താ പറയുക, കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഫോറസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളും തന്നെ ഒന്നുമില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോൾ എത്രയോ ഹെക്ടർ ഉണ്ട് കേട്ടോ. ഒരുപാട് ദൂരം അതിൻ്റെ മുകളിലേക്ക് കയറി പോകണം, കുന്നിലേക്ക് കയറി പോകണം. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി വരണം. കാരണം കുറച്ച് കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നടന്ന് വരാനൊക്കെ ഭയങ്കര ചിലപ്പോൾ വഴി തെറ്റാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മഴയ്ക്ക് മുമ്പ് തന്നെ, ഇല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റിലേക്ക് മഞ്ഞ് കയറി വരും. മഞ്ഞ് കയറി വന്ന് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഞ്ഞിറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഒരുപാട് മഞ്ഞ് കയറി നിൽക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിറങ്ങണമെന്ന് അവർ പറയുന്നത്. വേറെ കൊണ്ടല്ല, നമ്മൾ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ സാധ്യതകൾ കൂടുതലാണ്. കാര്യം അത്രത്തോളം മഞ്ഞാണ്. നമുക്ക് അടുത്ത് നിൽക്കുന്നവർ പോലും കണ്ടു കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള മഞ്ഞാണ് അപ്പോൾ ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും നല്ലൊരു യാത്രാനുഭവം ഇവിടെ വരുന്നവർക്കുണ്ടാകട്ടെ. ഒരിക്കലെങ്കിലും ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.